ദക്ഷിണകന്നഡ ജില്ലയിൽ അതിപ്രധാനപ്പെട്ട ഒരു മഹത്തായ കേന്ദ്രമാണ് മിത്തവയിൽ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹദരത്ത് ഷേഖ് വലിയുള്ള ഇവരുടെ പേര് നടത്തി വരാനുള്ള ഉറൂസ്, നിരവധി പവാടങ്ങൾ, കശുവ് കറാമത്തുകൾ കാണിച്ചുകൊണ്ട് ഈ വിജനമായ പ്രദേശത്തിൽ തൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഷേഖ് തങ്ങളുടെ പേരിലാണ് ഇവിടെ ഉറൂസ് നടത്തിക്കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ധാർമ്മികമായ പല സ്ഥാപനങ്ങളും ഉയർന്നു വന്നിരിക്കുന്നു. തന്നെയുമല്ല ഇതര സമുദായക്കാരും അവരുടെ കഷ്ടകാർപ്പണ്യത്തിന് വേണ്ടി മഹാനായ ഹദരത്ത് വലിയുല്ലാഹി തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പ്രവർത്തിച്ച് അവരുടെ കാര്യങ്ങൾ നേരത്തെ നേർന്നുകൊണ്ട് അവർ പോകാറുണ്ട്. നിരവധി സംഗതികൾ, വളരെ വ്യക്തമായ നിലയിലുള്ള ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ, കാര്യപൂർത്തീകരണങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലാണ് ജനങ്ങൾ തുടരെ വന്ന് ഇത് വളരെയധികം വിജനമായൊരു പരിസരമായിരുന്നും പുരോഗതിയില്ലാത്ത ഒരു സ്ഥലമായിരുന്നത് എത്രയോ പെട്ടെന്ന് വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ജമാഅത്ത് പള്ളി, ഇതിന് കീഴിൽ വേറെ പള്ളികളും മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് വളരെ അതിപ്രധാനമായ ഒരു കേന്ദ്രമായി ഇന്ന് വന്നിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹാന്മാരുള്ള സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട അജ്മീർ ശരീഫിൽ മറവിട്ട് കിടക്കുന്ന ഖാജ മൊയ്ൻ ചിശ്തി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അദീൻ, അവരുടെ പേര് കേട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ജനങ്ങൾ കൂട്ടമായിട്ട് അവിടെ സന്ദർശനത്തിനും ധ്യാനത്തിനും അവർ ഉദ്ദേശ സജ്ജീകരണത്തിന് പോകാറുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും ഈജിപ്തിലും മറ്റുള്ള എല്ലാ സുന്നികളുടെ എല്ലാ രാജ്യങ്ങളിലും ഇത് ആശയമില്ലാതെ തുടർന്നു വരുന്ന ഒരു സംഗതിയാണ്. ചരിത്രങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ആയതുകൊണ്ട് ഇതന്നെ ഒരു വ്യക്തമായ തെളിവാണ്. ഇവിടെ മുന്നേ ഒരു 40 കൊല്ലം 50 കൊല്ലത്തിന് മുന്നേ ഒരു ജമാഅത്തും ഉണ്ടായിട്ടില്ല, പള്ളിയും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ 40 കൊല്ലത്തിനുള്ളിൽ ഇത്രയെല്ലാം പുരോഗതിയിലേക്ക് ഇവിടെ വന്ന് തന്നെ ഇവിടെ മണവെട്ട് കിടക്കുന്ന ഈ മഹാനവരുടെ കറാമത്താണ്.